ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ഒരു ഫസ്റ്റ് ടൈം എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്താണ് നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ആൻസർ എനി ഫോർ ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 to 6 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആക്ടിവിറ്റി 1 നിർബന്ധമായും എഴുതേണ്ടതാണ്. എന്താണ് 4 ആക്ടിവിറ്റി ആൻസർ എനി ഫോർ ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 to 6 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 നോക്കാം നമുക്ക്. റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ് അല്ലേ. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും വരിക. ഫസ്റ്റ് ഒരു പാസേജ് നൽകിയിട്ട് അതെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് അബൌട്ട് ഗേൾസ് ഫേവറേറ്റ് ഫ്രൂട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഐ ആം ത്രില്ഡ് May is finally here. Now I can enjoy. I call the sweet taste of summer. Watermelons are stores and plan to eat every day for the next 3 months. I think watermelons taste better than any other food. Peaches, plums, strawberries are also great in summer. I enjoy eating them too, but they just don't taste good me as a sweet. Watermelon, my whole family like eating watermelons. We ate at least 3 watermelons a week last year. This year I am going to eat watermelons every day all summer long. ഓക്കെ, അപ്പൊ നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ? വൈ ഈസ് ദ ഗേൾ എക്സൈറ്റഡ് ദാറ്റ് മെയ് ഹാസ് അറൈവ്ഡ്? മെയ് മാസം വന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് എക്സൈറ്റ് ആയത്? വളരെയധികം എക്സൈറ്റഡ് ആയതെന്നാണ് അല്ലെ ചോദിച്ചത്. എന്തുകൊണ്ടായിരുന്നു? യെസ്, നമുക്ക് ആൻസർ നോക്കാം. ദ ഗേൾ ഈസ് എക്സൈറ്റഡ് ബിക്കോസ് ഷി ക്യാൻ എൻജോയ് ദ സ്വീറ്റ് ടേസ്റ്റ് ഓഫ് സമ്മർ ഇൻ മെയ്. അവൾ എന്തുകൊണ്ടാണ് കൂട്ടുകാരെ എക്സൈറ്റ് ആയത്? അവൾക്ക് എൻജോയ് ചെയ്യാനാണ്. സ്വീറ്റ് ടേസ്റ്റ് ഓഫ് സമ്മർ ഇൻ മെയിലെ ആ സമ്മറിലെ ആ സ്വീറ്റ് ടേസ്റ്റ് എൻജോയ് ചെയ്യാനുള്ള കാരണമാണ് അവൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയത് എന്ന റീസൺ ആണ് നമ്മളിവിടെ എഴുതേണ്ടത് അല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെർ ഫേവറേറ്റ് ഫ്രൂട്ട്? അവളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതായിരുന്നു? വാട്ട് ഈസ് ഹെർ ഫേവറേറ്റ് ഫ്രൂട്ട്? ഏതാ കൂട്ടുകാരെ അവളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്? അത് വാട്ടർമെലൺ ആണല്ലേ. വാട്ടർമെലൺ ഈസ് ഹെർ ഫേവറേറ്റ് ഫ്രൂട്ട്. Okay, then third question നോക്കാം. How long will the watermelons be available? എത്രയാണ്? വാട്ടർമെലൺസ് വിൽ ബി അവൈലബിൾ ഫോർ ദ നെക്സ്റ്റ് 3 months ആണ് അല്ലെ. അവൈലബിൾ ലഭ്യമാകുന്നത് വാട്ടർമെലൺസ് വിൽ ബി അവൈലബിൾ ഫോർ ദ നെക്സ്റ്റ് 3 months. Then fourth question, what other summer fruits does the girl enjoy? പിന്നെ ഏതൊക്കെയാണ് സമ്മർ ഫ്രൂട്ട്സ് ആ കുട്ടി എൻജോയ് ചെയ്യുന്നത് പറയുന്നത്? ഷീ എൻജോയ് പീച്ചസ്, പ്ലംസ് ആൻഡ് സ്ട്രോബെറീസ് ഇൻ സമ്മർ. ഏതൊക്കെയാണ്? പീച്ച്, പ്ലം, സ്ട്രോബെറീസ് അല്ലെ. ഓക്കെ, ദെൻ ലാസ്റ്റ് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സമ്മർ ഫ്രൂട്ട്? വൈ ഡു യു ലൈക്ക് ദിസ് പെർട്ടിക്കുലർ ഫ്രൂട്ട്? നിങ്ങളുടെ സമ്മർ ഫ്രൂട്ട്, നിങ്ങളുടെ ഫേവറേറ്റ് സമ്മർ ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പെർട്ടിക്കുലർ ഫ്രൂട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണവും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണോ അത് എഴുതുക. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. മൈ ഫേവറേറ്റ് സമ്മർ ഫ്രൂട്ട് ഈസ് മാംഗോ. ദെൻ റീസൺ എന്ത് എഴുതാം? യെസ്, ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാംഗോസ് ആൻഡ് ദെൻ ഓൾ ഹാവ് ഗോട്ട് ഡിഫറെന്റ് ടേസ്റ്റ്സ്. വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത ടേസ്റ്റിലുള്ള മാംഗോസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് തോട്ട്സ് ആണ്. ദ ലിറ്റിൽ ട്രെയിൻ ടയേർഡ് ഹാഡ് ബട്ട് ഹെർ വീൽ ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. എന്താണ്? ആ ലിറ്റിൽ ട്രെയിൻ എന്താണ് വളരെയധികം ടയേർഡ് ആയല്ലേ. അതിന്റെ വീൽസ് ഒക്കെ എന്താണ് ഇപ്പൊ തിരിയുന്നില്ല. ദ ക്ലൗൺ ആൻഡ് ആനിമൽസ് ക്ലൈംബ്ഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. ദേ ട്രൈ ടു പുഷ് എ ലിറ്റിൽ ട്രെയിൻ ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. എന്നിട്ടും എന്താണ് ആ ട്രെയിൻ മൂവ് ചെയ്തോ? ഇല്ലല്ലേ. വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ്ക് ദെൻ? എന്തൊക്കെയായിരിക്കും ദെൻ ആ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എന്തൊക്കെയായിരിക്കും ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക? ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ആൻസർ ആക്ടിവിറ്റി 2ന്റെ ആൻസർ നോക്കൂ. ഐ ഡോണ്ട് നോ വാട്ട് വാസ് ഹാപ്പൻ ടു മീ. എനിക്കറിയില്ല എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഐ ഹാവ് ടയേർഡ് ഹാർഡ്. എന്താണ് വളരെയധികം ടയേർഡ് ആയിട്ടുണ്ട് അല്ലേ. ബട്ട് ഐ കാണ്ട് മൂവ്. പക്ഷെ എനിക്ക് എന്താണ് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. മൈ ഫീൽസ് ആർ സ്റ്റക്ക്. എൻ്റെ ഫീൽസ് ഒക്കെ എന്താണ്? ഫീൽസ് ഒക്കെ ഇപ്പൊ സ്റ്റക്കായി നിൽക്കുകയാണ്. ഓൾ മൈ ഫ്രണ്ട്സ് ഹാവ് കം ടു ഹെൽപ്പ് മീ. എല്ലാ ഫ്രണ്ട്സും വന്നിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ സഹായിച്ചു. ഹൗ കൈൻഡ് ദേ ആർ. അവർ എത്ര ദയുള്ളവരാണ്. ദർ ഈസ് സംതിങ് സീരിയസ്ലി റോങ് വിത്ത് മീ. എനിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തോ
റോങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഐ മസ്റ്റ് ആൻഡ് ഗെറ്റ് എക്സാമിൻ ബൈ എ മെക്കാനിക്. ഐ മസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് എക്സാമിൻ ബൈ എ മെക്കാനിക്. ഞാൻ എന്താണ് തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിനെ കണ്ടതെന്ന് എക്സാമിൻ ചെയ്യണം, പരിശോധിക്കണം എന്ന് അവൾ ചിന്തിക്കുകയാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയായിരിക്കും ആ ലിറ്റിൽ ട്രെയിന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തോട്ട്സ് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റൈറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ് ഇൻ റെയിൻ ഇൻ ഡിഫറെന്റ് വേസ്. റൈറ്റ് യുവർ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു മഴ അനുഭവം അല്ലേ, മഴയെ കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ, എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ, അതാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു മാതൃക നൽകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു എക്സ്പീരിയൻസ് എഴുതുക. ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദ ട്രെയിൻ. ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ. എനിക്ക് എന്താണ് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. ഐ ആം സോ എക്സൈറ്റഡ് വെൻ ദ റെയിൻ ഡ്രോപ്സ് ഫോൾ ഓൺ മീ. എൻ്റെ മേലേക്ക് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ഞാനത് കാണുന്നത് വളരെയധികം എക്സൈറ്റഡ് ആണ്. ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ കമ്മിങ് ഫ്രം ഡിസ്റ്റൻസ്. ആ ദൂരത്ത് നിന്ന് ഇങ്ങനെ മഴ വരുന്ന സൗണ്ട് കേൾക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. റെയിൻസ് ഓൾവേസ് മേക്ക് മീ ഫീൽ ഫ്രഷ്. റെയിൻ എപ്പോഴും എന്താണ് എന്നെ ഫ്രഷ് ഫീൽ, എനിക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീല് കൊണ്ടുതരുന്നു. ദ സ്മെൽ ഓൺ ദ എയർ വെൻ ഇറ്റ് റെയിൻ ഇസ് ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. മഴ പെയ്യുമ്പോഴുള്ള മണമില്ല, അതെന്താണ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സംടൈംസ് ഐ ഇൻവൈറ്റ് മൈ ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത് മീ വെൻ ഇറ്റ് റെയിൻസ്. മഴ പെയ്യുമ്പോൾ ഞാൻ ചില സമയത്തൊക്കെ എന്താണ് എൻ്റെ ഫ്രണ്ട്സിനെയും കളിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു എക്സ്പീരിയൻസ് റെയിനെ കുറിച്ചിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 4 ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. When Arya was 8 years old, she wanted to be Kalpana Chawla. She made for herself orange spacesuit. She rode with both day and she wore it both day and night. Arya's mother watched her own activities and talked with her. What would be the likely conversation between Arya and her mother? എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? Yes, when Arya was 8 years old, she wanted to be like Kalpana Chawla. ആര്യ എന്താണ് 8 വയസ്സായ സമയത്ത് അവൾക്ക് എന്താണ് 8 ഇയേഴ്സ് ഓൾഡ് ആയിരുന്ന സമയത്ത് അവൾക്ക് എന്തിനായിരുന്നു ആഗ്രഹം, കൽപ്പന ചൗളയെ പോലെ ആകാനായിരുന്നു ആഗ്രഹം അല്ലേ. ഷീ മെയ്ഡ് ഫോർ ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. അവൾ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ട് ഒക്കെ ഉണ്ടാക്കി. ദെൻ ഷോ ബോത്ത് ഡേ ആൻഡ് നൈറ്റ്. അവൾ പകലും രാത്രിയൊക്കെ അത് ധരിച്ചു. ദെൻ ആര്യാസ് മദർ വാച്ച്ഡ് ഹെർ ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് ടോക്ക്ഡ് വിത്ത് ഹെർ. അപ്പോൾ ആര്യയുടെ അമ്മ എന്താണ് അവളുടെ ഈ ആക്ടിവിറ്റീസ് കണ്ടിട്ട് അവളോട് സംസാരിക്കുകയാണ് അല്ലേ. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ആര്യ ആൻഡ് ഹെർ മദർ. അപ്പോൾ ആര്യയും അവളുടെ മദറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. മദർ എന്താ പറയുന്നത്, ചോദിക്കുകയാണല്ലേ, ആര്യ ആർണ്ട് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്. അപ്പൊ ആര്യോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ സ്യൂട്ട് ഇട്ടുന്നോണ്ട് ചൂടെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ. യു ആർ വെയറിംഗ് ഇൻ ബോത്ത് ഡേ ആൻഡ് നൈറ്റ്. നീ എപ്പോഴും എന്താണ് രാവിലെയും, അതായത് പകലും രാത്രിയൊക്കെ നീ എന്ത് ചെയ്യാണ്, രാവിലെയും രാത്രിയൊക്കെ നീ എന്താണ് ഫുൾ ടൈം ഇത് തന്നെയല്ലേ ധരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആര്യ എന്താ പറയുന്നത്, astronaut have to get used to the set suit amma. Space is not as safe as the earth. My suit will protect me from all dangers. അപ്പൊ ആര്യ എന്താ പറയുന്നത്, അസ്ട്രോണറ്റ്സ് ഒക്കെ എന്താണ് ഇതുപോലുള്ള സ്യൂട്ട്സ് ഉപയോഗിക്കല്ലേ. അമ്മ സ്പേസ് ഇസ് നോട്ട് എസ് സേഫ് ആസ് ദ എർത്ത്. സ്പേസ് എന്താണ് അമ്മ അമ്മയോട് പറയാണ്, അമ്മ സ്പേസ് ഇസ് നോട്ട് എ സേഫ് ആസ് ദ എർത്ത്. എർത്തിനെ പോലെ സ്പേസ് സേഫ് അല്ലേ എന്ത് സ്പേസ് എന്ന് പറയുന്നത്. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ ഫ്രം ഓൾ ഡേഞ്ചേഴ്സ്. എൻ്റെ ഈ സ്യൂട്ട് എന്നെ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് പറയാണ്. അപ്പൊ മദർ പറയാണ്, ബട്ട് ആര്യ യു ആർ നോട്ട് ഗോയിങ് ടു സ്പേസ്, യു ആർ ജസ്റ്റ് പ്ലേയിങ് മേക്ക് ബിലീവ്. അപ്പൊ മദർ പറയാണ്, പക്ഷെ ആര്യ നീ എന്താണ്, നീ സ്പേസിലേക്കൊന്നും പോകുന്നില്ലെന്ന് പറയാണല്ലേ. ആര്യ പറയാണ്, ബട്ട് അമ്മ കൽപ്പന ചൗള വാസ് യു ലൈക്ക് ദിസ് വെൻ ഷി വെന്റ് ടു സ്പേസ്. പക്ഷെ അമ്മ എന്താണ് കൽപ്പന ചൗള എന്താണ് സ്പേസിലേക്ക് പോയിക്കുമ്പോ ഇങ്ങനത്തെ സ്യൂട്ട്സ് ആണല്ലേ ധരിച്ചുള്ളത്. യു ആർ ജസ്റ്റ് കിഡ് പ്ലേയിങ് ഡ്രസ്സിംഗ് അപ്പ്. ഐ വാണ്ട് ടു ബി ജസ്റ്റ് ലൈക്ക് ഹെർ. ഞാൻ അവരെ പോലെ വെറുതെ ചെയ്യുകയാണെന്ന് പറയുകയാണല്ലേ. അപ്പൊ മദർ പറയാണ്, ഐ നോ ഡിയർ, എനിക്കറിയാം ഡിയർ എന്ന് പറയാണ് അല്ലെ. ബട്ട് കൽപ്പന ചൗള വാസ് റിയൽ ആസ്ട്രോണറ്റ് വുഡ് വെന്റ് ടു സ്പേസ്. കൽപ്പന ചൗള എന്താണ് റിയൽ ആസ്ട്രോണറ്റ് ആണല്ലേ, സ്പേസിലേക്ക് അവര് പോയിട്ടുണ്ട് അല്ലെ. വു വെന്റ് ടു സ്പേസ്. യു ആർ ജസ്റ്റ് കിഡ് പ്ലേയിങ് ഡ്രസ്. നീ വെറുതെ കളിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ടല്ലേ എന്ന് പറയാണ്. അപ്പൊ ആര്യ പറയാണ്, ഐ ആം പ്രാക്ടീസിങ് അമ്മ. അമ്മ ഞാനിപ്പോ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യുകയാണ്. ഐ നീഡ് ടു ഗെറ്റ് യൂസ് ടു ദ വെയിറ്റ്
of the suit and the way it feels, then I can't be real astronaut like Kalpana Chawla. ഇപ്പൊ എന്താണ് ഞാൻ കൽപ്പന ചൗളയെ പോലെ റിയൽ ആസ്ട്രോണറ്റ് ആയി എനിക്ക് എന്ത് ചെയ്യും? I need to get used to the weight of the suit and the way it feels. Then mother പറയണം okay okay but please take off the suit for sometimes you don't get too hot and don't forget to wash your hair. അപ്പം അമ്മ പറയണം okay okay പക്ഷെ നീ എന്ത് ചെയ്യണം എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ഊരിയിട്ട് എന്ത് ചെയ്യണം ഇതിനുള്ളിൽ നിന്ന് വളരെയധികം ചൂടെടുക്കുന്ന നീ എപ്പോഴെങ്കിലും ഇത് ഊരി വെക്കണം എന്ന് പറയാണല്ലേ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു വാഷ് യുവർ ഹെയർ, അതുപോലെ തന്നെ നീ എന്താണ് നിന്റെ ഹെയർ കഴുകാനും മറന്നു പോകരുതെന്ന് പറയാണ്. ഭാര്യ പറയാണ് ഓക്കെ അമ്മ ബട്ട് ക്യാൻ ഐ കീപ് ദ സ്യൂട്ട് ഫോർ എ ലിറ്റിൽ ലോങ്ങർ ജസ്റ്റ് എ ഫ്യൂ മോർ മിനിറ്റ്സ്. മദർ പറയണം ഫൈൻ ഓക്കെ ബട്ട് ജസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈൽ ആൻഡ് റിമെമ്പർ ബീയിങ് astronaut is not just about wearing a cool suit, it's about working hard and studying hard too. അപ്പൊ അമ്മ പറയാ എന്താണ് അതൊക്കെ ശരി പക്ഷെ എന്താണ് ഒരു ആസ്ട്രോണറ്റ് എന്നുള്ളത് ഒരു കൂൾ സ്യൂട്ട് കൊണ്ട് ധരിച്ചതും കൊണ്ടൊന്നും എന്താവില്ല ആസ്ട്രോണറ്റ് ആവില്ല. നീ അതിന് എന്ത് എബൌട്ട് വർക്കിംഗ് ഹാർഡ് ആൻഡ് സ്റ്റഡിങ് ഹാർഡ് ടു, നീ അതിനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ എന്താണ് നന്നായി നല്ല ഹാർഡായിട്ട് എന്ത് ചെയ്യണം പഠിക്കുകയും ചെയ്യണം എന്ന് പറയാണ് അല്ലേ. അപ്പൊ ആര്യ പറയാണ് ഐ നോ അമ്മ ഐ ആർ ലേണിംഗ് എവറിത്തിങ് അബൌട്ട് സ്പേസ് ആൻഡ് ആസ്ട്രോണമി ഇൻ സ്കൂൾ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലൊരു കോൺവെർസേഷൻ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5 ഡയറി ആണല്ലേ. On the first day in school, Chester was homesick, but he overcome the situation. He wrote his thought in his diary. Write a likely diary entry. എന്താണ് ഫസ്റ്റ് ദിവസം സ്കൂളിൽ ചെസ്റ്റർ എങ്ങനെയായിരുന്നു? അതായത് ഹോംസിക് ആയിരുന്നല്ലേ. ബട്ട് ഷി ഓവർകം ദി സിറ്റുവേഷൻ, പക്ഷെ അവൻ എന്താണ് ബട്ട് ഹി ഓവർകം ദി സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ഒക്കെ തരണം ചെയ്തു. ഹി റോട്ട് ഹിസ് തോട്ട് ഇൻ ഹിസ് ഡയറി, അവന്റെ തോട്ട്സ് ഒക്കെ എന്ത് ചെയ്യാണ് അവന്റെ ഡയറിയിൽ എഴുതാണ്. അപ്പൊ ആ ഡയറി എൻട്രിയാണ് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. ടുഡേ വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ, മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. എന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു അല്ലേ. അത് എങ്ങനെയുള്ളതായിരുന്നു? ഒരു അൺഫോർഗറ്റബിൾ ഡേ ആയിരുന്നു, ഒരിക്കലും മറക്കാനാവാത്ത ദിനമായിരുന്നു. നോട്ട് ഹാപ്പി ടു ലീവ് മൈ മോം ആൻഡ് ഫ്രണ്ട്സ്, വീട്ടിൽ നിന്ന് പോകുന്നത് എന്തായിരുന്നു ഞാൻ സന്തോഷത്തിലല്ലായിരുന്നു. നോട്ട് ഹാപ്പി അല്ലേ, സന്തോഷത്തിലല്ലായിരുന്നു. നൗ ഐ മിസ് ദം എലോട്ട്, ഇപ്പോൾ ഞാൻ അവരെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. വാണ്ടഡ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്, എനിക്ക് എന്ത് ചെയ്യണം എൻ്റെ ഫ്രണ്ട്സും ടോയ്സുമായിട്ടൊക്കെ കളിക്കണം. മൈ ഡിയർ മം സോ കെയറിങ് ആൻഡ് ലവിങ്, എൻ്റെ അമ്മ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മ വളരെയധികം കെയറിങ്ങും ലവിങ്ങുമാണ്. ഹർ അഡ്വൈസ് വാസ് എൻകറേജിങ്, അവരുടെ അഡ്വൈസ് എന്താണ് ഉപദേശം എന്നെ വളരെയധികം എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. Felt lonely, mom's absence so painful to me. Tears rolled down from my eyes. Remember the secret of her kissing hand. അപ്പോഴാണ് എൻ്റെ കണ്ണുകളിൽ നിന്നാണ് കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. റിമെമ്പർ ദ സീക്രട്ട് ഓഫ് ഹെയർ കിസ്സിങ് ഹാൻഡ്, അപ്പോഴാണ് എനിക്ക് കിസ്സിങ് ഹാൻഡ് എന്ന സീക്രറ്റ്, അവരുടെ സീക്രറ്റ് ഓർമ്മ വന്നത്. Then I opened my hand and pressed it on my cheek. എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ കൈകൾ തുറന്ന് അതിങ്ങനെ എൻ്റെ കൈകൾ പ്രസ് ചെയ്ത് അല്ലേ ചീക്കിൽ കവിളിൽ ഇങ്ങനെ പ്രസ് ചെയ്തു. ഫെൽറ്റ് ഹെർ പ്രസൻസ്, അപ്പൊ എനിക്ക് എന്താണ് അമ്മയുടെ ഒരു പ്രസൻസ് ഒരു സാമീപ്യം ഫീൽ ചെയ്തു. ഹൗ സർപ്രൈസിങ്, ഐ എൻജോയ്ഡ് മൈ മംസ് ലവ് ഇൻ ഹെർ ആബ്സെൻസ്. അത്ര സർപ്രൈസിങ് ആണ്. ഐ എൻജോയ്ഡ് മൈ മംസ് ലവ് ഈവൻ ഇൻ ഹെർ ആബ്സെൻസ്, അവരുടെ എൻ്റെ അമ്മയുടെ ആബ്സെൻസിൽ പോലും ഞാൻ അവരുടെ സ്നേഹം എന്ത് ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ ഗോട്ട് സം ന്യൂ ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. മൈ സ്റ്റഡി വിൽ ബിക്കം എ ഗുഡ് സ്റ്റുഡൻറ്. ഐ ഷാൾ ചെറിഷ് ടുഡേ മെമ്മറീസ് ഫോർ എവർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലൊരു ഡയറി എൻട്രി തയ്യാറാക്കാവുന്നതാണ്. ദെൻ ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണല്ലേ. ഓക്കെ നമുക്ക് നോക്കാം. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്, ദ എറേഴ്സ് ആർ അണ്ടർലൈൻ. ഇവിടെ കുറച്ച് ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ അതിലെ എറേഴ്സ് എഡിറ്റ് ചെയ്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, മീ from Pulyu. The shiny new engine was a bit friendly. You want to me from Pulyu? He asked. That is not what I do. I carry people. They sit cars under the soft seat. They took out of the windows. They eat in a nice dining car. They sleep in fine sleeping hall. How dare you ask me? The shiny new engine man without another word house said all the toys and dolls. അപ്പൊ ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം കൂട്ടുകാരെ? Yes, the shiny new engine was bit friendly. You want me to pull you. ഇവിടെ നോക്കൂ, you want me to from pull you എന്നുള്ളത് എന്താണ്?
to pull you അല്ലെ to ആണ് അവിടെ from ന് പകരം വരേണ്ടത് അല്ലെ then he asked that is not what I do I carry people they sit in cars with under the എന്താണ് അവിടെ വരേണ്ടത് car with soft eats അല്ലേ they took out of the windows they eat in nice dining car they sleep in a fine sleeping car how dare you ask me the shiny new engine went without another word he said were all the toys and dolls അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക എഡിറ്റ് ചെയ്ത് എഴുതുക ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ